ഞങ്ങള് മായാ നയനങ്ങളിൽ അതിൽ കോട്ടക്കേട്ട ഹീറോ ആയിരുന്നു. അശോകേട്ടനേക്കാളും സീനിയറാണ് തോന്നുന്നു. സ്കൂൾ പഠിക്കുന്ന ഒരു പ്രായത്തിൽ തുടങ്ങിയതാണ് സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ എത്തുക എന്നുള്ളൊരു ആഗ്രഹവും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ ആഗ്രഹിച്ചത് നേടി എന്ന് പറഞ്ഞ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അന്നേരമായിരുന്നു ആ ഫയർ വരണ്ടിയിരുന്നത്. അതൊരു ചതുരത്തിനകത്താണ്, അപ്പനും ഒരു കട്ടിലിനകത്താണ്, അതുപോലെ ഞാനും ഇപ്പോ ചതുരത്തിനകത്താണ്. എന്നെ വെച്ചിട്ട് അത് ചെയ്യാൻ ആവശ്യക്ക തീരുമാനം തന്നെ ഭയങ്കര റിസ്ക് ആണ്. ഷൂട്ട് നടക്കുമ്പോൾ വരെ ഇക്കാനെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് വേണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് ഇപ്പോഴും ബോഡി ബിൽഡിംഗ് ഒന്ന് ചവിട്ടിയിരിക്കുകയാണ്. കാരണം സത്യം പറഞ്ഞാൽ അത് കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ മസിലൊരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു. സത്യസന്ധമായിട്ട് പറയട്ടെ, അതിനകത്ത് കൂടെ അഭിനയിച്ചവരെല്ലാവരും പോലീസുകാരായിരുന്നു. എൻ്റെ ചീത്ത വിളി കേട്ടിട്ട് അവർ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ പോലും ഇത്ര വിളിക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ കേൾക്കാത്ത ചീത്തയാണ്. ജനങ്ങളുടെ ചെകിട്ട് തട്ടി കിട്ടുന്ന പോലെ ഒരു സാധനമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അല്ലേ ഒരു നെട്ടലുണ്ട്. പിള്ളേർക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ സൂമ്പ. തീർച്ചയായിട്ടും അതിലൊക്കെ ഇങ്ങനെ കയറി ഇടപെടണോ? അത് ഭയങ്കര സ്വേച്ഛാധിപത്യമാണ്, ഫാസിസമാണ്. മഹേഷിന്റെ പ്രതികാരത്തിൽ എത്തുമ്പോൾ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറയുന്ന സാധനമാണ്. സ്വന്തമായിട്ട് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി? ഓരോ വിവാദം വരുമ്പോഴും ഞാൻ പറയാറുണ്ട്.